ആക്ച്വലി ഇവിടെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻസ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പുറത്തേക്കാണല്ലോ അതിൻ്റെ റവന്യൂ പോകുന്നത്, പുറത്തേക്കാണ് ഒരു പൈസ പോകുന്നത്. അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം ഗവൺമെൻറ് കുറേ ബാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫോറക്സിലോട്ട്. ക്രിപ്റ്റോയിൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ടാക്സ് പോലെ എന്തെങ്കിലും അത്യാവശ്യം നല്ലൊരു വലിയൊരു ടാക്സ് ഗവൺമെൻറ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരിക്കാം. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുവരുമായിരിക്കാം, അറിയത്തില്ല. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫസ്റ്റ് അവിടെ സക്സസ്ഫുൾ ആയി നല്ലൊരു എമൗണ്ട് ആയി കഴിയുമ്പോൾ പയ്യെ ദുബായിലോട്ടോ അങ്ങനെ രാജ്യങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ടാക്സ് റെഡ്യൂസ് ആവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ അവർക്ക് അവിടെ നിന്ന് ഫോറക്സും ചെയ്യാം. ഇപ്പോൾ കോവിഡിന് ശേഷമാണ് ഈ പറയുന്ന SIP കുറിച്ചും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇങ്ങനെ ഒരു കാര്യത്തൊക്കെ കുറേ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഇടയിലൊക്കെ ഒരു ട്രെൻഡായിട്ട് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്താണ് ആക്ച്വലി ഫോറക്സ് ട്രേഡിംഗ്? ഗ്ലോബൽ മാർക്കറ്റിനാണ് നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെ ഈ കറൻസി പേയേഴ്സാണ് ചെയ്യുന്നത്. USD INR യൂറോ INR GBP ഇങ്ങനെയൊക്കെയാണ് അതിനെ പറയുന്നത്. ഈ ഗോൾഡ്, ക്രൂഡ് ഓയിൽ ഇതൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് കമോഡിറ്റിയിൽ നോർമലി പറ്റും. ഇതൊക്കെ നമ്മൾ ഫോറക്സിലാണ് ചെയ്യുന്നത്. ഗ്ലോബലി ഉള്ളൊരു മാർക്കറ്റാണ്. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. നമുക്ക് ഡയറക്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്ന പോലെ പറ്റത്തില്ല. വേറൊന്നുമല്ല സംഭവം. ആക്ച്വലി ഇവിടെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻസ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പുറത്തേക്കാണല്ലോ അതിൻ്റെ റവന്യൂ പോകുന്നത്, പുറത്തേക്കാണല്ലോ ഒരു പൈസ പോകുന്നത്. അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം ഗവൺമെൻറ് കുറേ ബാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫോറക്സിലോട്ട്. ബട്ട് എന്നാലും നമുക്കിരുന്ന് ചെയ്യാൻ പറ്റും. വേറെ കുറച്ച് ബ്രോക്കേഴ്സ് വഴി നമുക്കിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. RBI അണ്ടറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സൂക്ഷിച്ചും കണ്ടും നമ്മൾ നന്നായിട്ട് നോക്കി ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഫോറക്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ. ഇത്ര നാൾ നമ്മൾ ഫോറക്സ് ഒരു കോഴ്സ് എന്ന രീതി പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ നല്ലൊരു മെൻറ്റേഴ്സ് വേണമെന്നുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള മെൻറ്റേഴ്സിനെ ഹയർ ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തേക്കും. ഇപ്പോൾ ഫോറക്സ് എന്നൊരു സെഗ്മെന്റ് തന്നെ നമ്മളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാക്സിൽ ഫോറക്സിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ? കാരണം ഓൾറെഡി ഇന്ത്യയിൽ കുറേ കാര്യങ്ങൾ ബാൻഡ് ആണെന്ന് അരുൺ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം അതിനൊരു ചാൻസസ് ഉണ്ട് ഇവിടെ വളരാനായിട്ട്? 50-50 ആണ്. കാരണം ഈ ഒരു ബാൻ എത്രത്തോളം നിലനിൽക്കും നമുക്ക് അറിയത്തില്ല. ചിലപ്പം ഇപ്പോൾ ക്രിപ്റ്റോയിൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ടാക്സ് പോലെ എന്തെങ്കിലും അത്യാവശ്യം നല്ലൊരു വലിയൊരു ടാക്സ് ഗവൺമെൻറ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരിക്കാം. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുവരുമായിരിക്കാം, അറിയത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫസ്റ്റ് അവിടെ സക്സസ്ഫുൾ ആയി നല്ലൊരു എമൗണ്ട് ആയി കഴിയുമ്പോൾ പയ്യെ ദുബായിലോട്ടോ അങ്ങനെ രാജ്യങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ടാക്സ് റെഡ്യൂസ് ആവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ അവർക്ക് അവിടെ നിന്ന് ഫോറക്സും ചെയ്യാം. അതുകൊണ്ടാണ് ഈ സംരംഭത്തിലൊക്കെ സ്റ്റോർ ചെയ്ത കുറെ ഫോറക്സ് ട്രേഡേഴ്സ് ദുബായിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തത്. അതാണ് സംഭവം. ഒന്ന് ടാക്സിന്റെ കാര്യവും പിന്നെ ദുബായിലൊക്കെ നമുക്ക് ഫുള്ളി ലീഗലാണ് ഇരുന്ന് ഫോറക്സ് ചെയ്യാനായിട്ട്. അവിടെ ടാക്സും ഇല്ല തന്നെ എൻ്റെ കേസസിൽ. വളരെ കുറവ്, വളരെ മിനിമലേ ഉള്ളൂ. സോ ഇറ്റ്സ് ഗുഡ്. സോ നമ്മളും നേരെ ദുബായിക്ക് പറക്കണം. ഇല്ല, ആദ്യമേ നമുക്ക് മുംബൈയിലോട്ട് പറക്കാമല്ലോ.